നമുക്കറിയില്ല നമ്മൾ പുറപ്പെട്ടിറങ്ങുന്നത് ഇതിനു വേണ്ടിയാണോ. അവിടെ ഉമ്മാനോടൊക്കെ കച്ചറോടിയായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ആലോചിക്കണം. ചിലപ്പോൾ ഉമ്മ മരിച്ചു എന്നേക്കാരം നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരിച്ചിട്ടായിരിക്കും നമ്മുടെ മയ്യത്ത് വരിക. മൂർക്കനാട്, അരീക്കോട് മൂർക്കനാട് എന്ന പ്രദേശത്ത് സ്കൂളിൽ അവസാനത്തെ ബെല്ല് മുഴങ്ങിയപ്പോൾ കുട്ടികൾ ബാഗും തൂക്കി ഓടി. ചാലിയാറിന് കുറുകെ പാലമില്ലാത്ത അവിടെ അവർ തോണിയിലാണ് പോകുന്നത്. തോണിയിൽ എരച്ച് കയറിയവര്, എന്നിട്ട് പാട്ടും കയ്യടിയും ആട്ടവും കൂത്തും കളി തമാശകളുമായിട്ട് വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, ശ്രദ്ധിക്കിട്ടോ, വണ്ടി പിന്നെ ആടി വരഞ്ഞ് മറിയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർ ആ ഒരു എൻജോയ്മെന്റിന്റെ വേൾഡിലായിരുന്നു. വണ്ടി ചാലിയാറിന്റെ മധ്യത്തിലെത്തിയപ്പോ, ഈ തോണി മധ്യത്തിലെത്തിയപ്പോ മറിഞ്ഞു. 9 കുട്ടികൾ മരണപ്പെട്ടു. ഇന്നും മൂർക്കനാട് കടവിൽ ഒരു ശിലാഫലകത്തിൽ ആ കുട്ടികളുടെ പേര് എഴുതി വെച്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എവിടേക്കോ ലക്ഷ്യം വെച്ച് ഇറങ്ങിപ്പുറപ്പെട്ട നമ്മള് ഖബറിലേക്കെത്തും. അതുകൊണ്ട് ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ എടുക്കു വെച്ച് ഖബർക്കാണ് പറഞ്ഞു, മനസ്സിലായില്ലേ? എടുക്കു വെച്ചപ്പോഴേ ഖബർക്കാണ്. ഒരാളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ അവരോട് ചോദിച്ചു, ഇപ്പൊ എവിടെ എത്തി ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വസൽത്തു സിറാത്ത്, ഞാൻ ഇപ്പൊ സിറാത്തിലെത്തി. മൂപ്പരിങ്ങനെ ഇരുന്നിട്ട് മൂപ്പര് മരിക്കണതും മൂപ്പരെ കുളിപ്പിക്കണതും മൂപ്പരെ കഫൻ ചെയ്യണതും മൂപ്പരെ ആൾക്കാർ നിസ്കരിക്കണതും മൂപ്പരെ കബർ കൊണ്ടുപോയിട്ട് കബറടക്കിയിട്ട് ആൾക്കാർ തിരിച്ചു പോരുമ്പോൾ മലക്കുകൾ വരുന്നതും ചോദ്യം ചോദിക്കുന്നതും അങ്ങനെ ഫുള്ള് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നമ്മളോട് സമൂഹം പറയേണ്ടത്, നിങ്ങളൊന്നും ആലോചിക്കണ്ട, ജീവിക്കൂ, അടിച്ചു പൊളിക്കൂ, ആസ്വദിക്കൂ, അല്ലെ? പരമാവധി ഇനി പുറത്ത് നമ്മള് മാന്യത ചമഞ്ഞാലും ഉള്ളില് മാക്സിമം എന്റെ ഉടായ്പകളൊക്കെ കൊണ്ടുനടന്നോ എന്ന നിലക്കാണ് മൊത്തം ഇവിടെ മോട്ടിവേഷൻസ് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ അത്തരം ഹതഭാഗ്യരാകരുത്.